ഈ ഉസ്താദ് ഇങ്ങനെ വരുമ്പോ എല്ലാവരും കാത്തിരിക്കണ പോലെ അൽഹംദുലില്ലാ മംഗളത്തിന്റെ അന്ന് ഓഡിറ്റോറിയം ഉണ്ട്, ഓളുണ്ട്, എല്ലാവരും രണ്ട് കുടുംബത്തിന് പെണ്ണിന്റെ ആണിന്റെയും മുതിർന്ന കാരണവന്മാരെല്ലാരും ഉണ്ട്. എല്ലാരും ഇങ്ങനെ നിൽക്കുമ്പോ വരുന്ന രണ്ടാൾ. ആര് വരുന്നേ? പുതിയ പെണ്ണല്ല, ഒന്ന് പുതിയ ആപ്പിള അല്ലേ, രണ്ട് പുതിയ പെണ്ണിന്റെ ഉപ്പ അല്ലെങ്കിൽ ആങ്ങള, അതായത് കായത്തൊക്കെ ഇരിക്കുന്ന ഒരു രണ്ടാള് വന്നിട്ട് ഇരിക്കും. ഇരിക്കുമ്പോ അവിടെ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? വരുമ്പോ നിങ്ങ ഇങ്ങനെ ഒട്രാസി വന്നെങ്കാവാലെ പണ്ട് ഞങ്ങക്ക് പണമ്പൂർക്ക് പോയ പോലെ. ഞങ്ങക്കുനെ പണമ്പൂർക്ക് അയച്ച ഞങ്ങൾക്ക് അറിഞ്ഞില്ലേ വിഷയം? പണമ്പൂർ സ്ഥലമുണ്ട്, പണമ്പൂരിലേക്ക് ഞങ്ങക്കുനെ പറഞ്ഞയച്ചിന് പണ്ട്. പോതെ മക പോതെ പോതെ ബത്തെ മക ബത്തെ അഞ്ചല്ലോ. പുറക്കാരെല്ലാരും കൂടി ചർച്ച ആക്കിയിട്ട് ഓനെ സുബൈക്ക് പണമ്പൂർക്ക് അയക്കണം. എന്തിനയക്കണം ഓൻ കേട്ടിട്ടില്ല, ഓൻ അയക്കണമെന്ന് മാത്രം കേട്ടിന്. ഓൻ പുറക്കാർ എണിക്കുന്ന മുമ്പ് തന്നെ ഓൻ പോയി വന്നിട്ടായി. അപ്പൊ ഞങ്ങക്ക് ഉള്ളോ, ഞങ്ങക്ക് പണമ്പൂർക്ക് പോയി, പണമ്പൂർ പോയേ ഒക്കെ പോയാ ബത്തെ ബത്തേന്ന് പറഞ്ഞു. അങ്ങനെ എങ്കാവാലേ. ഇനി ഞങ്ങക്കു എവിടെ, പണമ്പൂർ എവിടെ, അതൊന്നും എന്നോട് ചോദിക്കണ്ട. അത് പണ്ട് മുതൽക്ക് പറയുന്ന ഒരു ഗാഥയാണ്. അങ്ങനെയുണ്ട്. അങ്ങനത്തെ കന്നഡയിൽ കുറെ ഗാഥകൾ വേറെ കുറെ ഉണ്ട്. മാനവ കൊട്ടരെ മನೆ ತನಕ ദേവനു കൊട്ടരെ കൊന തനക്ക. മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് തന്നെങ്കിലേ അത് മന തനക്കാന്ന് പോരന്റെ അടുത്ത് വരെ ഉണ്ടാവും. മനുഷ്യൻ തരുന്ന ലിമിറ്റ് ഉണ്ടാവും. ദേവനു കൊട്ടരെ കൊന തനക്ക. അല്ല തരണോ? ഇനിയിപ്പോ ഞാൻ ദേവൻ അള്ളനെ ദേവനാക്കിയത് അങ്ങനെ പറയാനൊന്നും വേണ്ട. അതിന്റെ ഇത് പറയാണ് ഞാൻ നമ്മളെ ഭാഷയിലേക്ക് ഞാൻ അത് തർജ്ജമ ചെയ്യാൻ. അല്ലാഹു തന്നാൽ അത് ലാസ്റ്റ് വരെയാണ്. ഇരിക്കട്ടെ, വരുമ്പോ എങ്ങനെ വരണോ? കല്യാണം കഴിക്കാത്തവരൊന്ന് കൈബൊക്ക് നോക്കട്ടെ. ബിസ്മില്ലാ. ഒന്നാമത്തെ തന്നെ മതി, രണ്ടാമത്തതല്ല. ഒന്ന് തന്നെ മംഗലാവാത്തവർ കൈബൊക്ക്. ഇത് എന്തും ഭാഷ അറിയാത്തവരെ പോലെ ഉണ്ടല്ലോ റബ്ബേ. മംഗലാവാത്തവർ എത്ര ബാല്യക്കാരുണ്ട് റബ്ബേ. ഒരലക്ക പേടിച്ചിനാരാവാ ഓന്റെ ഉമ്മ ഉപ്പ് കലാട്ടാക്കുന്ന കണ്ടിട്ട് ഓൻ മംഗല വേണ്ട തന്നെ വെച്ചിനോ. എപ്പാന്ന് നോക്കി ഇങ്ങനെ കിരിക്കിരി ആവില്ല, അതുകൊണ്ട് മംഗല തന്നെ വേണ്ട. ഞാൻ പറയട്ടെ, എന്നാൽ നിക്കാഹിന് പോകുമ്പോ ഒരു സുന്നത്തായ കാര്യം ചെയ്തിട്ട് പോകണം. ഇമാമിങ്ങൾ കിതാബിൽ പഠിപ്പിച്ചു. ഉളു എടുക്കുക. നിക്കാഹിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഉളു എടുക്കുക. ഉളു എടുത്തിട്ട് പോയിട്ട് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആരൊക്കെ? പുതിയ പെണ്ണല്ല, പിന്നെ ഒന്ന് പുതിയ ആപ്പിള. 2 നിക്കാഹിരിക്കണ പുതിയ പെണ്ണിന്റെ ഉപ്പയോ ഉപ്പന്റെ സ്ഥാനത്ത് ഇരിക്കണം വേറെ ആരെങ്കിലോ. 2 പേരും ഉളു എടുത്തിട്ട് ഒരു 2 റക്അത്ത് നിക്കാഹിന്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്നിട്ട് പോയിട്ട് നിക്കാഹിരി. എന്താണ് അതിന്റെ ഒരു സന്തോഷം?